SSLC, THSLC, AHSLC പരീക്ഷകൾ നാളെ ആരംഭിക്കുകയാണ്. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് എന്നീ മേഖലകളിലെ 2971 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,27,105 വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതുന്നത്. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കും. കേരളത്തിൽ 2,955 ഗൾഫ് മേഖലയിൽ 7 ലക്ഷദ്വീപിൽ 9 ഉൾപ്പെടെ ആകെ 2,971 പരീക്ഷാ കേന്ദ്രങ്ങളാണ് പരീക്ഷ നടക്കുന്നത്. SSLC പരീക്ഷ സുഗമമായി നടത്തുന്നതിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷ എഴുതാം. എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഈ പാഠപുസ്തകം സാധാരണഗതിയിൽ വളരെ വൈകിയാണല്ലോ നമുക്ക് കുട്ടികളുടെ കയ്യിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം കുറച്ച് വ്യത്യാസം വന്നിരുന്നു. ഇപ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ നേരത്തെ തന്നെ പാഠപുസ്തകം കൊടുക്കുകയാണ്. 2ാം ക്ലാസ്, 4, 6, 8, 10 എന്നീ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് 2024-25 അധ്യയന വർഷത്തേക്ക് ആവശ്യമായ 1,43,71,650 പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായി. ഈ പാഠപുസ്തകങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയം, തമിഴ് മീഡിയം, കന്നഡ മീഡിയം എന്നിവ ഉൾപ്പെടും. അതിൻ്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം മാർച്ച് മാസം 12-ാം തീയതി രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം കോട്ടക്കൽ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. അതായത് ജൂൺ മാസം 1-ാം തീയതിയാണ് സ്കൂൾ തുറക്കുന്നത്. ഏകദേശം ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് പാഠപുസ്തകം കുട്ടികൾക്ക് കൊടുക്കുകയാണ്. പുതുക്കിയ പാഠ്യപദ്ധതി അനുസരിച്ചുള്ള 2024-25 വർഷത്തേക്കുള്ള 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ആവശ്യമായ 2,09,72,250 പാഠപുസ്തകങ്ങളുടെ അച്ചടി മെയ് മാസം ആദ്യ ആഴ്ച പൂർത്തിയാകും. അതിൻ്റെ വിതരണ ഉദ്ഘാടനം മെയ് മാസം 10-നുള്ളിൽ നടക്കും. SSKയുടെ പഠനോത്സവം സമഗ്ര ശിക്ഷ കേരളം 2023-24 സ്റ്റാർസ് പദ്ധതി ഉൾപ്പെടുത്തി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി വളർത്തുന്നതിൻ്റെ ജനകീയ വിലയിരുത്തലിനുള്ള അവസരമായി വിദ്യാലയങ്ങളിൽ പഠനോത്സവം സംഘടിപ്പിക്കുകയാണ്. അവധിക്കാലത്ത് വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ കുട്ടികൾ ആർജിച്ച അറിവുകൾ, നൈപുണികൾ, മനോഭാവങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അക്കാദമിക വർഷാന്ത്യത്തിൽ സംഘടിപ്പിക്കുന്ന പഠനോത്സവ ദിനത്തിൽ കുട്ടികൾക്ക് അവസരം ലഭിക്കുകയാണ്. എല്ലാ കുട്ടികൾക്കും പഠന നേട്ടം ആർജിച്ചു എന്നതിനൊപ്പം കുട്ടികളുടെ വ്യക്തിഗത മികവുകളും വിദ്യാലയ മികവുകളും രക്ഷിതാക്കളുടെയും പൊതുസമൂഹത്തിൻ്റെയും മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. പഠനോത്സവത്തിൽ തുടങ്ങി പ്രവേശനോത്സവം വരെ എത്തുന്ന വിപുലമായ വിദ്യാലയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് വിദ്യാലയങ്ങളിൽ പഠനോത്സവം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. പഠനോത്സവം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വിദ്യാലയത്തിന് 3,000 രൂപ മുതൽ 5,000 രൂപ വരെ കൊടുക്കുന്നുണ്ട്. 1000-ൽ ഒരു 4 കോടി രൂപ ചിലവഴിക്കുന്നുണ്ട്. ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുര ഗവൺമെൻറ് UPSൽ വെച്ച് മാർച്ച് മാസം 15-ന് നടക്കും. ആകെ 11,319 സ്കൂളുകളിൽ പഠനോത്സവം നടത്തുവാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 കോടി രൂപ ചിലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.